ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില വഴിത്തിരിവുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വേലുത്തമ്പി ദളവയുടെ ചെറുത്തുനിൽപ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായകമായ ഒരു സംഭവമാണ്. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ തിരുവിതാംകൂറിൽ പ്രക്ഷോഭമുയർത്തിയ ധീരദേശാഭിമാനിയാണ് വേലുത്തമ്പി ദളവ. 1765 മെയ് 6 നാഗർകോവിലിനടുത്ത് തലക്കുളത്ത് വീട്ടിലാണ് വേലുത്തമ്പിയുടെ ജനനം. 1798 മുതൽ 1810 കാലത്ത് തിരുവിതാംകൂർ ഭരിച്ച ബാലരാമവർമ്മയുടെ മന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൻ്റെ ഭരണത്തിലും വ്യാപാരത്തിലും അനാവശ്യമായി ഇടപെട്ട ബ്രിട്ടീഷുകാരെ എതിർത്ത വേലുത്തമ്പി കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്തച്ഛനുമായി രഹസ്യ സഖ്യമുണ്ടാക്കി. ബ്രിട്ടീഷുകാരെ പിണക്കിയതിനാൽ ബാലരാമവർമ്മയും വേലുത്തമ്പിക്ക് എതിരായി. അദ്ദേഹം തമ്പിയെ പിടിക്കുവാൻ കൽപ്പനയിറക്കി. വിശ്വസ്തരായ അനുചരന്മാർക്കൊപ്പം വേലുത്തമ്പി രക്ഷപ്പെട്ടു. മണ്ണടി ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന വേലുത്തമ്പിയെക്കുറിച്ച് ചാരന്മാർ വഴി അറിഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം അവിടെ എത്തി. എന്നാൽ അവർക്ക് കീഴടങ്ങാതെ വേലുത്തമ്പി വാൾ നെഞ്ചിലാഴ്ത്തി ആത്മഹത്യ ചെയ്തു. ബ്രിട്ടീഷുകാർ വേലുത്തമ്പിയുടെ മൃതദേഹം ഇരുമ്പ് കൂട്ടിലാക്കി കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിച്ചു. കുടുംബാംഗങ്ങളിൽ പലരെയും വധിക്കുകയും ബാക്കിയുള്ളവരെ മാലി ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്തിറങ്ങുവാനുള്ള പരസ്യമായ ആഹ്വാനമായിരുന്നു വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം. തിരുവിതാംകൂറിനെ സംരക്ഷിക്കാനെന്ന വ്യാജേനെ നമ്മൾ തീറ്റിപ്പോറ്റുന്ന കമ്പനി സൈന്യം രാജ്യത്തിൻ്റെ സമ്പത്ത് കട്ടുമുടിക്കുകയും അനീതി പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. നാട് കൊള്ളയടിക്കുന്ന ഈ വിദേശികളെ എത്രയും വേഗം പുറത്താക്കിയില്ലെങ്കിൽ ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹമുള്ള ഈ നാട് നശിക്കും. ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുക്കുക. ഇതായിരുന്നു കുണ്ടറ വിളംബരത്തിൻ്റെ ചുരുക്കം. ഇത് വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവ് നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.